പീസ് മേക്കർ സീസൺ 2 ട്രെയിലർ വന്നിട്ടുണ്ട്, 2 ദിവസമായി വന്നിട്ട്. എന്നാൽ ഇപ്പോഴാണ് സമയം കിട്ടിയത്, പെട്ടെന്ന് റിയാക്ട് ചെയ്യാം. സീസൺ 1 കണ്ടവർക്ക് അറിയാം, നമ്മുടെ ജെയിംസ് ഗണ്ണിന്റെ ആണ് ഈ പീസ് മേക്കർ എന്ന സീരീസ്. ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയുടെ ഡയറക്ടറാണ് പുള്ളി. DC-യുടെ ഹെഡായിട്ട് വന്നിട്ടുള്ള ഒരു സീരീസ് ആണ് ഇത്. പുള്ളിയുടെ ഫസ്റ്റ് സിനിമയായിരുന്നു സൂയിസൈഡ് സ്ക്വാഡ്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ പീസ് മേക്കർ സീസൺ 1 പോയത്. പുള്ളി ഒരു റീസെറ്റ് കൊണ്ടുവന്ന DCEU, അതായത് DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സിന്റെ അത് മൊത്തം കളഞ്ഞിട്ട് പുള്ളിയുടെ DC യൂണിവേഴ്സിന്റെ ഒരു റീസെറ്റ് ആയിരുന്നു സീസൺ 1. ഇപ്പോൾ അതിനടുത്ത് സൂപ്പർമാൻ 2025 തന്നെ സൂപ്പർമാൻ എന്ന ഫിലിം ഇറങ്ങാതിരിക്കുകയാണ്. അതിന് തൊട്ട് മുൻപാണ് ഈ പീസ് മേക്കർ സീസൺ 2 ഇറങ്ങുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതും സൂപ്പർമാനുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാര്യം എവരും ഡിസ്നിയെ പോലെ തന്നെ മൂവീസും സീരീസും എല്ലാം ഇന്റർ കണക്ട് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. കാര്യം ഈ പീസ് മേക്കർ സീസൺ 1 തുടക്കത്തിൽ തന്നെ സൂയിസൈഡ് സ്ക്വാഡിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് പോയിട്ടുള്ളത്. ഞാൻ കൂടുതൽ പറയാം, ഇത് കഴിഞ്ഞിട്ട് പറയാം. നമുക്ക് ആദ്യം ഈ ടീസർ ഒന്ന് നമുക്ക് കാണാം. They're gonna be doing backflips to get you to join. Welcome, Peacemaker, or do you prefer Chris? Either's fine. Can you tell us a little about your skills? I'm considered the finest marksman in the world. The mic is off. Yeah. I am also proficient in hand-to-hand combat. How many more of these do we have today? Is that popcorn still here? Love popcorn. My buzz is getting really big lately, so. I have a variety of helmets. This guy sucks. Excuse me? Am I supposed to be able to hear you guys? Excuse me? You were talking about your butt and stuff? And also you said that I suck. It is not funny. I don't get it. We saved the world. I thought everyone Superman and finally Guardians treat of the us Galaxy. like heroes. I don't need anybody else to just forge my own path. You're living in the worst level of Grand Theft Auto. I've come to the conclusion you suffer from a particularly severe form of toxic masculinity. What? Argus has been monitoring Peacemaker ever since Rick Flag Sr. was named director. Does he know that I have? Kill this time? Medium. Bring me Peacemaker. Mexicali, you scan for any anomalies throughout that house. Pony Boy, don't let him out of your sight. Titties, I want you to take the front door. Encino Man, you take the back door. Got it? Yeah, but not the fucking names, dude. You can't just call us that. Where do you think we are? Fucking Berkeley? We haven't always been great people. But We are the 11th Street Kids. No one will ever break us apart. you ready for the next adventure, pal? Keep on keeping on. Who the fuck are you? മൾട്ടിവേഴ്സാ ഇതിലും മൾട്ടിവേഴ്സ് തന്നെ സിനിമ. എനിക്ക് തോന്നണം നമ്മുടെ ഈ സീസൺ 2 ഫസ്റ്റിന്റെ അതേ ഒരു വൈബിലായിരിക്കും പോകുന്നത്. ചെറിയ വ്യത്യാസങ്ങൾ കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ മൾട്ടിവേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നല്ലേ അവര്. എനിക്ക് തോന്നുന്നേ ഇവര് ഈ മുന്നത്തെ DCEU എന്ന് പറഞ്ഞ യൂണിവേഴ്സ് ക്യാൻസൽ ചെയ്തിട്ട് അതിലെ ചില ക്യാരക്ടേഴ്സിനെ ഇതിനകത്തും ഇൻക്ലൂഡ് ചെയ്തിട്ട് പുതിയൊരു യൂണിവേഴ്സിറ്റിയായിട്ട് പോവുകയാണ് DCU. അപ്പം അത് കണക്ട് ചെയ്യാൻ വേണ്ടി ആയിരിക്കും ചിലപ്പോൾ ഇത് വച്ചിരിക്കുന്നത്, മൾട്ടിവേഴ്സ് ആയിട്ട് വച്ചിരിക്കുന്നത്. ചിലപ്പോൾ ആ ക്യാരക്ടേഴ്സിന് പിന്നീട് എന്തെങ്കിലും യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ അതിനെ ഒന്ന് മാറ്റി നിർത്തി ഇത് പ്രത്യേക യൂണിവേഴ്സ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയായിരിക്കും മൾട്ടിവേഴ്സ് കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തായാലും DCUവിൻ്റെ ഒരു ഇത് തന്നെയാണ്. നമുക്ക് ഫസ്റ്റ് തൊട്ട് പറയാം. ട്രെയിലർ ജെയിംസ് ഗണ്ണിന്റെ ആണ് ഫിലിം. അപ്പം നമുക്ക് അറിയാം കൂടുതൽ മ്യൂസിയം കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഫസ്റ്റ് തന്നെ പീസ് മേക്കർ ഇന്റർവ്യൂവിന് പോകുന്നവരാണ് കാണിക്കുന്നത്. ഇതിൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞത് പുതിയ ജസ്റ്റിസ് ലീഗ് ആണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. JL ജസ്റ്റിസ് ലീഗിന്റെ പുതിയ ടീം, അതായത് പഴയ ജസ്റ്റിസ് ലീഗ് ക്യാൻസൽ ചെയ്തു. പുതിയ ജസ്റ്റിസ് ലീഗിന്റെ ഇന്റർവ്യൂവിനാണ് പോയിരിക്കുന്നത്. നമ്മുടെ മറ്റേ ഡെഡ് പൂൾ ആൻഡ് വൂൾവറിൻ ഇന്റർവ്യൂവിന് പോകൂലേ, അതുപോലത്തെ ഒരു സീനാണ് കേട്ടോ ഇത്. പുള്ളിക്കാരൻ പുതിയ ജസ്റ്റിസ് ലീഗിനായിട്ട് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഇന്റർവ്യൂവിന് പോയാണ്. അപ്പൊ ഇവര് ഫുള്ള് ഓപ്പൺലി കളിയാക്കി വിടുകയാണ്. ഇതില് സംഭവം എന്ന് പറഞ്ഞാൽ ഇസബെല്ല മാർസൽ, നിങ്ങൾക്ക് അറിയാമെന്നുണ്ടോ, പുള്ളിക്കാരി പാട്ടുകാരിയാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരുപാട് സിനിമയാണ്. ഡോറ ബുജിയുടെ ഇംഗ്ലീഷ് സിനിമയില്ലേ, അതിലൊക്കെ നടിയാണ് പുള്ളിക്കാരി. കണ്ടാ പുള്ളിക്കാരി അടിപൊളിയാണ് കേട്ടാ. അതൊരു പവർ പാക്ക് സാധനമായിരിക്കും മിക്കവാറും. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു പുള്ളി റിജക്റ്റഡ് ആയെന്ന് തോന്നുന്നു. കണ്ടാ ദേഷ്യപ്പെട്ട് ഇറങ്ങി വരുന്നുണ്ട്. പുള്ളി ഇന്റർവ്യൂവിന് റിജക്റ്റഡ് ആയെന്ന് തോന്നുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ഇവര് പഴയ ഇവരെ ടീമും കാര്യങ്ങളും ഇവരുടെ സിനാരിയോ ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് എന്റെ മോനെ ഹാർക്കോർട്ട് സീസൺ 1 ഒരു സീനുണ്ട്. ഹാർക്കോർട്ടും
ജൂഡോ മാസ്റ്ററും തമ്മിലൊരു ഫൈറ്റ് ഉണ്ട്, ഒരു എൻഡിലൊക്കെ ആയി വരുമ്പോൾ വിഷയം ഫൈറ്റ്. എനിക്കത് മറക്കാൻ പറ്റുന്നില്ല. അത് വിഷയം ഫൈറ്റ്, വിഷയം കൊറിയോഗ്രാഫി, ഒരു റൂമിനകത്തുള്ള ടൈറ്റ് പാക്ക്ഡ് ഫൈറ്റ്. പുള്ളിക്കാരി അടിപൊളിയാണ് ഫൈറ്റിൽ, ആക്ഷന് പുള്ളിക്കാരി അടിപൊളിയാണ്. ഇതൊരു ചെറിയ ടീസർ മാത്രമായിരിക്കും മിക്കവാറും. എനിക്ക് ഡിപ്രസ്ഡ് ആണെന്ന് തോന്നുന്നു. പുള്ളിക്കാരി നേരത്തെ ഇതിലും കുറച്ച് ഇമോഷണലി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് എക്സ്പ്രസീവ് ആയിട്ടുള്ള ആളാണ്. ഇതിലും ഡിപ്രസീവ് ആ ഒരു സ്റ്റേറ്റ് തന്നെ തോന്നുന്നു. ഓക്കെ, അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ആർഗസ് എന്ന് പറഞ്ഞൊരു പുതിയ ടീം വരുന്നുണ്ട്. ആർഗസ് എന്ന പുതിയ ടീമല്ല, നമ്മുടെ മറ്റേ വാളറില്ലേ, വാളർ, പുള്ളിക്കാരി ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ആർഗസ് ആണ്. പുള്ളിക്കാരി എടുത്ത് കളഞ്ഞെന്ന് തോന്നുന്നു. കഴിഞ്ഞ സീസണിൽ പുള്ളിക്കാരിയാണ് ഹെഡ് എന്നുള്ളത് എക്സ്പോസ് ചെയ്തല്ല, അപ്പോൾ പുള്ളിക്കാരി എടുത്ത് കളഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പുതിയ പോലീസും പുതിയ ആൾക്കാരൊക്കെ വരെയാണ്. ഇതാണ് നമ്മുടെ പുതിയ പോലീസ് ഓഫീസർ. കഴിഞ്ഞുള്ള എല്ലാ പോലീസ് ഓഫീസറും മരിച്ചല്ലോ, പുതിയ പോലീസ് ഓഫീസർ. പിന്നെ വേറെ എന്തോ ഒരു കഥയുണ്ട്. കഴിഞ്ഞ ബട്ടർഫ്ലൈയും കാര്യങ്ങളൊന്നും അല്ല, മിക്കവാറും ഇതൊരു മാജിക്കൽ സാധനമാവാൻ ചാൻസ് ഉണ്ട്. ഈ സീന് കണ്ട, ഈ സീന് എന്താണെന്ന് എനിക്ക് വലിയ പിടിയില്ല, പക്ഷെ എന്തോ ഒരു മാജിക്കും സ്പിരിച്വൽ ലെവലിലുള്ള ഒരു വില്ലനും തീമും ഒക്കെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് മിക്കവാറും. എല്ലാം കഴിഞ്ഞിട്ടാണ് ആക്ച്വൽ ട്വിസ്റ്റ്. അവർ ട്രെയിലറിൽ തന്ന സർപ്രൈസ്. പീസ് മേക്കർ ഓൺ മൾട്ടിവേഴ്സൽ ലെവൽ. അവർ മൾട്ടിവേഴ്സ് എന്നൊരു കോൺസെപ്റ്റ് പുതിയതായിട്ട് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അവർ. ഇനി മിക്കവാറും അങ്ങോട്ട് പല യൂണിവേഴ്സുകളും പല ഇതും മിക്കവാറും ജസ്റ്റിസ് ലീഗും പഴയ ആനിമേറ്റഡ് ജസ്റ്റിസ് ലീഗും ചിലപ്പോൾ എനിക്ക് ഫ്ലാഷ് ഭയങ്കര ഇഷ്ടമാണ് TV സീരീസിൽ, വന്നാൽ മതിയായിരുന്നു. അപ്പോൾ 21st പീസ് മേക്കർ ഇറങ്ങുന്നത്. കണ്ടിട്ട് 8 എപ്പിസോഡുണ്ട്. വീക്കിലി ആയിരിക്കും എയർ ചെയ്യുന്നവർ. സോറി, ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ സൂപ്പർമാൻ ജൂലൈ 11 ആണ് അത് ജെയിംസ് ഗൺ തന്നെയാണ് എടുക്കുന്നത്. ജൂലൈ 11 സൂപ്പർമാൻ ഇറങ്ങും. ഇതിലും ഇസബെല്ല മാർസൽ, നേരത്തെ പറഞ്ഞ ഇസബെല്ല മാർസൽ ഇതിലും ഉണ്ട്. ലെക്സ് റൂത്തറും എല്ലാവരും ഒക്കെ ഉണ്ട്. എല്ലാവരും വേറെ വേറെ ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു കണ്ടിന്യൂവേഷൻ സ്റ്റേജ് ആയിരിക്കും അതിൽ. എനിക്ക് മിക്കവാറും തോന്നുന്നു സൂപ്പർമാനിൽ പുതിയ ജസ്റ്റിസ് ലീഗിന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ ജസ്റ്റിസ് ലീഗിലേക്ക് ഈ പീസ് മേക്കർ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഇന്റർവ്യൂവിന് പോകുന്നതായിരിക്കും മിക്കവാറും ആ ഒരു ഫസ്റ്റ് സീന് കാണിച്ചിരിക്കുന്നത്. എന്തായാലും അങ്ങനെയൊക്കെയാണ്. എന്തായാലും ജെയിംസ് ഗൺ എന്തെങ്കിലും ചെറിയൊരു കുനിഷ്ട സാധനം ഇതിനകത്ത് ഒളിപ്പിച്ച് വയ്ക്കാൻ ചാൻസ് ഉണ്ട് അടുത്ത ഫിലിമിലേക്ക്. എന്തായാലും ഞാൻ ഇത് കാണാൻ എക്സൈറ്റഡ് ആണ്. സീസൺ 1 എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ സീസൺ 1 കണ്ടവരാണെങ്കിൽ ഇത് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ട്രെയിലർ കണ്ടവരാണെങ്കിൽ സൂപ്പർമാനെ പറ്റി ചെറിയ റൂമേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഒക്കെ കമന്റ് ബോക്സിൽ അറിയിച്ചു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഓക്കെ, ബൈ, താങ്ക് യു.